ഭട്ടതിരിപ്പാട് എഴുതിയ 4-ാം ദശകം 15-ാം ശ്ലോകം. ചിരാതിഗതിമീദൃശീം വ്രജൻ വിച്യുതീം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം അനിലേശ പാഹി മാം. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എഴുതിയ ആ 15-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ വ്യാഖ്യാനം. ജഗത്പദേ ഈദൃശീം, ജഗദീശ്വര ഇപ്രകാരം അർച്ചിരാതിഗതിയും വ്രജൻ, തേജസ്സിന്റെയും അഗ്നിജ്വാലങ്ങളുടെയും ലോകഗതിയെ പ്രാപിക്കുന്ന ഭക്തർ. ഇതിന്റെ വ്യാഖ്യാനം ഒന്ന് നോക്കാം. ലോകത്തിന്റെ തന്നെ പതിയായ ഹേ ഗുരുവായൂരപ്പ, ലോകത്തിന്റെ മുഴുവനും പതിയാണ് അല്ലേ ഗുരുവായൂരപ്പൻ. ഇപ്രകാരം മുക്തി അടഞ്ഞ ആത്മാക്കൾ പിന്നീട് അധപ്പതിക്കുകയോ പുനർജന്മത്തിലൂടെ സംസാരത്തിൽ വന്ന് പതിക്കുകയില്ല. എന്താണ് സംസാരം? നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഭൂമിയിലുള്ള ജീവിതം സുഖദുഃഖ സമ്മിശ്രമായ ഈ ജീവിതത്തിൽ കിടന്ന് നമ്മളിങ്ങനെ നീന്തുകയില്ല. ഹേ ഭഗവാനെ, ഞാനും അങ്ങയുടെ ഗുണഗണങ്ങളെ കീർത്തിക്കുകയും ഭജിച്ചും ജപിച്ചും കഴിഞ്ഞുകൂടുകയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തില്. എന്നെയും കാത്തുരക്ഷിക്കണമേ ഭഗവാനെ. നിരന്തരമായ ഭഗവത് ഭക്തി അനുഷ്ഠാനങ്ങൾ എന്നിവ ചെയ്യുന്നതിലൂടെ മാത്രമേ ഇപ്രകാരമുള്ള ഒരു ഗതി പ്രാപിക്കുകയുള്ളൂ. അതായത് ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ എത്തുകയുള്ളൂ എന്നാണ് 15-ാം അധ്യായത്തിൽ കൂടി 4-ാം അധ്യായത്തിലെ 15-ാം ശ്ലോകത്തിൽ കൂടി ഭട്ടതിരിപ്പാട് നമ്മളെ മനസ്സിലാക്കുന്നത്. അഷ്ടാംഗ യോഗക്രമത്തിൽ ഒരുപാട് പടികളുണ്ട്. എല്ലാം നമ്മൾ ഓരോ പടികൾ കടന്ന് നമ്മൾ ഓരോരോ ദിശയിൽ മുക്തി നേടുവാൻ വേണ്ട വഴികളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷനാഗത്തിന്റെ വായിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ഒടുവിൽ അതും നമ്മൾ ഇതിൽ പറഞ്ഞു. അങ്ങനെ ആ 4-ാം ദശകം വളരെ വളരെ വിശേഷപ്പെട്ട 4-ാം ദശകത്തിൽ കൂടി നമ്മൾക്ക് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞു തന്നിരിക്കുന്ന യോഗാഭ്യാസവും യോഗസിദ്ധിയും നമ്മൾ കണ്ടു. അടുത്ത ദശകം 5ലേക്ക് നമുക്ക് വരാം.